അപ്പൊ അതൊരു വളരെ വലിയ സത്യമാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ ഇവിടെ ജനിക്കേണ്ടതൊന്നല്ല. ആ ചെറുപ്രായത്തില് എൻ്റെ ചിന്താഗതി, എൻ്റെ സംസാരം, പെരുമാറ്റം എന്നീ കാര്യങ്ങൾ അന്നേരം അങ്ങേരെ ലെക്ചറാണ്. ആ ലെക്ചർ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞൊരു വാക്കാണ്, നീ ഇവിടെ ജനിക്കേണ്ട ആളൊന്നല്ല. സത്യാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ പിന്നെ ജനിച്ചു പോയി. ജനിച്ചു പോകാനുള്ളതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കർമ്മ നിയമങ്ങള്. പിന്നെ അതിന് കുറെ കാരണങ്ങളുണ്ട്. കർമ്മ നിയമങ്ങള്, അതുപോലുള്ള കെട്ടുപാടുകൾ, ഇതൊക്കെയാണ്. പക്ഷെ ജനിച്ചതിന് ശേഷമോ ഞാനൊരു തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കാരണം എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഫാമിലിയിലുള്ള ആളുകൾ എന്നോട് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിലുള്ള സമയത്ത് ഞാൻ ആ ഒരു ശ്രമം നടത്തിയത്. ഈ ഒരു ശരീരം, ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഇഹലോകവാസം വെടിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എന്ത് ചെയ്തു, അന്ന് അവിടെ വീട്ടിലെന്തോ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് വീണ്ടും നമ്മളെ ഈ ചെറിയ മുണ്ടത്ത് തറവാട്ടിൽ തന്നെ വീണ്ടും തുടരാനുള്ള ഒരു ശ്രമം അത് ദൈവം തമ്പുരാൻ അനുവദിക്കുക. അതേപോലെ അവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ അന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ എത്രാമത്തെ ആണ്ടാവുന്നതല്ല. പക്ഷെ അവർക്ക് പിന്നെ എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കൊല്ലത്തിലും ചെറുതായിട്ട് കുരവിടുക എന്നറിയില്ല, ഒരു അരിമ്പ് കൂടുക എന്നറിയില്ല, അതും ചിലപ്പോൾ ചെയ്യൊന്നുമില്ല. ചെയ്യാൻ ആര്? അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യമാണ് നടക്കുന്നത്.